അവരുടെ പ്രാർത്ഥന മതി എന്റെ മക്കൾക്ക് ഐശ്വര്യം ഉണ്ടാവാൻ. അതെ അതെ, കണ്ടില്ലേ കൃത്യസമയത്ത് മധുരം പങ്കിടാൻ ആള് വന്നത് ശുഭലക്ഷണ. അതെ അതെ. ആർക്കറിയാ ദൈവം ഏതൊക്കെ രൂപത്തിലാ വരുന്നതെന്ന്. അല്ല ഭയ, ഇങ്ങനെ സംസാരിച്ചാൽ മതിയോ? ഇവർക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കണ്ടേ? നമ്മുടെ മോള് ബരുവിനും ആദ്യമായിട്ട് ഒന്നിച്ച് വീട്ടിൽ വന്നല്ലേ. താൻ വേഗം അടുക്കളയിലേക്ക് ഇല്ല. അല്ല കളക്ടറെ, മുമ്പ് ഇവിടെ ഒരു ജോലിക്കാരി ഉണ്ടായിരുന്നില്ലേ, അവരിപ്പോ ഇല്ലേ? ഉണ്ട്. ഞങ്ങൾ തീർത്ഥാടനത്തിന് പോയപ്പോ ജോലിക്കാരി സെക്യൂരിറ്റി എല്ലാം ലീവിന് പോയി. അവർ നാളെ റീജോയിൻ ചെയ്യും. ഓ അല്ല ഭയ, എന്നാ പിന്നെ നമുക്ക് ആഘോഷം അങ്ങ് തുടങ്ങാം. മക്കളെ, നിങ്ങളിങ്ങനെ മോടിക്കെട്ടിരിക്കാതെ ഒന്ന് ഉഷാറാക്ക്. എന്നൊരു കാര്യം ചെയ്യും, ആദ്യം പൂജ കൊണ്ടൊരു പാട്ട് പാട്. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ തുടങ്ങാം. ഒരു കവിത അങ്ങ് പിടിക്കാം അല്ലേ? കറുകറെ കാർമൂകിൽ കൊമ്പനാന പുറത്തേറിയെഴുന്നള്ളും മൂർത്തേ. കറുകറെ കാർമൂകിൽ കൊമ്പനാന പുറത്തേറിയെഴുന്നള്ളും മൂർത്തേ. ദിഗി ദിഗി ദക്കം തേയ് തേയ്, ദിഗി ദിഗി ദക്ത തേയ് തേയ്. നാണല്ലേ ഫാത്തിമ, അനക്ക് അവര് തന്ന ലഡുവും വാങ്ങി തിന്ന് മിണ്ടാതിങ്ങി പോരാൻ? അന്നെ നമ്മളെന്തിനാ അങ്ങോട്ട് പറഞ്ഞേച്ച്? ഓളോട് ബലപേശി കച്ചവടം ഉറപ്പിക്കാനാ. എന്നിട്ട് നീ ചെയ്തതെന്താ? അങ്ങനെ അവിടെ ഒരു സന്തോഷം നടക്കുമ്പോ നമ്മളായി കുഴപ്പമുണ്ടാക്കുന്നത് ശരിയല്ലെന്ന് തോന്നിയല്ലേപ്പാ? ഞമ്മക്ക് മാത്രം ശരിയെന്ന് തോന്നിയിട്ട് കാര്യമുണ്ടോ ഫാത്തിമ? അവർക്ക് ആ വിചാരം നമ്മളെ പറ്റിയുണ്ടോ? അല്ലെങ്കിൽ തന്നെ അവർക്ക് സന്തോഷം വന്നാ ഞമ്മക്ക് എന്ത് കാര്യ? ഹോള് ഗർഭിണിയായതുകൊണ്ട് ഞമ്മക്ക് എന്ത് ലാഭാ ഫാത്തിമ? നഷ്ടല്ലേ ഉള്ളൂ. അല്ല ഫാത്തിമ, ഇനിയിപ്പൊ ഞമ്മളെ ബലപേശലിന്റെ ശക്തി കുറയും. ആ ചെക്കന് കുറച്ച് ഡിമാൻഡ് കൂടും. അല്ല ഫാത്തിമ, കല്യാണം കഴിഞ്ഞിട്ട് താലിച്ചരട് പോലും ഉറക്കുന്നതിന് മുമ്പ് ഈ ദിവ്യ ഗർഭം എങ്ങനെ ഉണ്ടായി? ഓനെന്താ ഇബിലിസിന്റെ കുഞ്ഞാ? ഓ, അവര് നാട് ചുറ്റാൻ പോയ വകയിൽ ഉണ്ടായതായിരിക്കൂല്ലേ? ഓൾ അത്രക്കാരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ലല്ലേപ്പാ. അല്ല, നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഓൾ എവിടെ നാട് ചുറ്റിയാലും എന്റെ ഷാനുവിനെ മറന്ന് ഒന്നും ചെയ്യില്ല. ഓൾ അങ്ങനെ ഒരു പെണ്ണല്ലേപ്പാ. ഓളെ എനിക്കറിയാം. അപ്പൊ പിന്നെ ഈ ഗർഭം? അവൾക്ക് അങ്ങനെ ഒരു ഗർഭം ഉണ്ടെങ്കിൽ അതെന്റെ ഷാനുവിന്റെ ആയിരിക്കും. എന്റെ മനസ്സ് പറയുന്നു പടച്ചോൻ എന്നെ ചതിക്കില്ലെന്ന്. എന്റെ കുടുംബം അന്യം നിൽക്കില്ല. എന്റെ ഷാനുവിന് ഒരു തുടർച്ചയുണ്ടാവും. മായ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നത്? ഇവിടെ ചതിയുടെ ഒരു വിഷയവും ഇല്ല. എല്ലാം അറിഞ്ഞുകൊണ്ടല്ലേ ആദ്യ ഈ വിവാഹത്തിന് തയ്യാറായത്. പിന്നെന്താ പ്രശ്നം? ആദിയുടെ കാര്യം അല്ലല്ലോ ആശേ. നാളെ അവരുടെ വീട്ടുകാരെങ്ങാനും ഇതറിഞ്ഞ അറിയാതെ കൊണ്ടുപോകണം. അതിപ്പോ നമ്മുടെ മാത്രം ആവശ്യമല്ലല്ലോ. എന്താണെന്ന് വെച്ചാ അതൊക്കെ ആദ്യം നോക്കിക്കോളും. ഒന്നും അറിയാതെ അവൻ ഏതായാലും ഇങ്ങനെ ഒരു റിസ്ക് എടുക്കില്ലല്ലോ. എന്തോ എനിക്കറിയില്ല. പ്രായത്തിന്റെ പക്വത കുറവുകൊണ്ട് അവനിപ്പോ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതാണെങ്കിലോ നാളെ അവനത് മാറ്റി പറഞ്ഞാലോ? ആര് തള്ളി പറഞ്ഞാലും ഞാൻ എന്റെ മോളെയും അവളുടെ കുഞ്ഞിനെയും പൊന്നുപോലെ നോക്കുമായിരുന്നു. പക്ഷെ അവക്ക് ഇങ്ങനൊരു അച്ഛനുണ്ടായി പോയില്ലേ.
മനുഷ്യനെ ആശ എനിക്ക് ഏറ്റവും വലിയ പേടി. പുറത്തു നിന്നുള്ള ശത്രുക്കളെ നമുക്ക് എങ്ങനെയും കൈകാര്യം ചെയ്യാം. പക്ഷെ ഇതിപ്പോ ഏത് നിമിഷവും കൂടെ നിന്ന് ചതിക്കാം. ഞാൻ പുതിയൊരു മെഡിസിൻ തരാം. ഇതാവുമ്പോ ഏത് ഭക്ഷണത്തിലും കൊടുക്കാം. നേരത്തെ തന്ന മെഡിസിൻസിനേക്കാളും സ്ട്രോങ് ആണ്. സഡൻ റിലീഫ് ഉണ്ടാവും. എടോ, എനിക്കുറങ്ങാൻ എന്തെങ്കിലും പിൽസ് തരാൻ പറ്റുമോ? ഞാൻ വേണമെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ തരാം. പക്ഷെ അത് വേണ്ടടോ. ശീലമായ അതിന് ഒരുപാട് കോൺസിക്വൻസ് ഉണ്ട്. നോർമൽ ഉറക്കം കിട്ടാൻ പരമാവധി ശ്രമിച്ചു നോക്ക്. തീരെ പറ്റാത്ത അവസ്ഥ വന്നാ നമുക്ക് നോക്കാം. എന്താ അതുപോരെ? ഇതെന്ത് പറ്റി? നമ്മൾ ഇപ്പോഴല്ലേ കണ്ടുപിരിഞ്ഞത്? എന്താ, എനിക്കെന്റെ മോളുടെ വീട്ടിലേക്ക് വന്നൂടെ? അതുള്ള മായമോൾ ഇവിടെ താമസിക്കാത്തതിലേ ഞങ്ങൾക്ക് സങ്കടമുള്ളൂ. പെട്ടെന്ന് കണ്ടപ്പോ ഞാനൊരു കുശലം ചോദിച്ചതല്ലേ. ഇതെന്താ പെട്ടെന്ന്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? കണ്ടോ, അപ്പൊ എന്നോട് മാത്രം പരിഭവിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായില്ലേ? ആര് കണ്ടാലും ഇങ്ങനെ തന്നെ ചോദിച്ചു പോവും. മനുഷ്യരല്ലേ, അപ്പോ സ്വാഭാവികമായിട്ട് സംശയങ്ങളൊക്കെ തോന്നും. സമ്മതിച്ചേ. ഞാൻ എന്റെ മോളെ ഒന്ന് കാണുന്നതിൽ വിരോധമൊന്നുമില്ലല്ലോ. ഏയ്, എന്ത് വിരോധം? കാണാൻ വന്നില്ലെങ്കിലല്ലേ വിരോധം. ഗോമതി, പൂജമോളോട് പറയ് അമ്മ വന്നിട്ടുണ്ടെന്ന്. എന്നാ വാ. മോളെ, പെട്ടെന്ന് ദേ മോളും ചോദിച്ചു. ഇനിയെങ്കിലും ഈ അത്ഭുതം കളക്ടർക്കൊന്ന് പൊളിച്ചൂടെ? അത്ഭുതമൊന്നുമില്ല. ഞാൻ എന്റെ മോക്ക് ഒരു സമ്മാനം കൊണ്ടുവന്നതാ. ഓ,